മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതത്തിലെ പൊൻകിരണങ്ങൾ പൊട്ടിവിടരുന്ന മൂന്നാറിലെ മലനിരകൾ. ഇരുവശങ്ങളിലായി ഓറഞ്ച് മരങ്ങൾ. അങ്ങിങ്ങായി നിൽക്കുന്ന തേയിലത്തോട്ടത്തിനിടയിലുള്ള വഴിയിലൂടെ 10 പേരുടെ സംഘം ചെറുപ്പത്തിൽ ബുള്ളറ്റിൽ കടന്നു വരുന്നു. അവർ റോയൽ റൈഡേഴ്സ് ടീം. ടോപ്പ് സ്റ്റേഷൻ വണ്ടികൾ നിന്നു. മുന്നിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റി തലകുടഞ്ഞവൻ ചാടിയിരുന്നു. This vibe is so awesome, man. അവൻ ഉച്ചത്തിൽ അലറി. It is so heavenly. ഉയരമുള്ളൊരു പാറപ്പുറത്തേക്ക് ചാടിക്കയറി ഉച്ചത്തിൽ വിളിച്ചു പോയി. ആ താഴ്വാരമാകെ അവന്റെ ശബ്ദം അലയടിച്ചു. അവൻ ഗൗതം കൃഷ്ണമേനോൻ, റോയൽ റൈഡേഴ്സിന്റെ ചങ്ക് ലീഡർ. ആളൊരു ഫ്രീക്കാ കേട്ടോ. സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ ഒന്നിനെയും കൂസാതെ പോകുന്ന ചിലര് അതുപോലെ ആവാൻ പറ്റാത്ത വിളിക്കുന്നൊരു പേരില്ലേ, ഭ്രാന്തൻ. അതുപോലൊരു ഭ്രാന്തൻ. ബാംഗ്ലൂരിൽ മോട്ടോക്രോസ്, ബൈക്ക് സ്റ്റണ്ടിങ്ങും റേസിംഗ് ഒക്കെ തലക്ക് പിടിച്ച് തെറിപ്പായ ഒരു പറ്റം ചെറുപ്പക്കാർക്കിടയിൽ ഹീറോ. അവരുടെയൊക്കെ ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് ഈസ് ഫോർ അഡ്വഞ്ചർ, റൈഡ്സ് ആൻഡ് ട്രിപ്സ് ആർ മൈ പാഷൻ, ദാറ്റ് കംപ്ലീറ്റ്സ് മീ എന്ന് ഉള്ളിൽ ഉറങ്ങിലും പറഞ്ഞു നടക്കുന്ന അവനാണ് ഈ കഥയുടെ നായകൻ ഗൗതം. ഒരു ഹിമാലയൻ റോയൽ റൈഡ്, അതാണിപ്പോൾ അവന്റെ ഡ്രീം. അതാണിപ്പോൾ അവന്റെ ചിന്തകളിൽ മുഴുവൻ. കോച്ചി പിടിച്ച തണുപ്പിൽ മഞ്ഞു പുതപ്പഴിഞ്ഞ ഹിമാലയ മലനിരകളുടെ ഇടയിലൂടെയുള്ള യാത്ര ഓർക്കുമ്പോൾ അവനവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാറില്ല. ചില നേരം ആകാശത്തെ വെറുതെ നോക്കിയിരിക്കുമ്പോൾ വെള്ളമേഘങ്ങൾ നിറഞ്ഞ ആകാശവും അവന് ഹിമാലയം പോലെ തന്നെ തോന്നും. മൂന്നാറിന്റെ ഹരിതാപവും പച്ചപ്പും എല്ലാം ആസ്വദിച്ച് 2 ദിവസം സ്റ്റേ അടിച്ച് നമ്മുടെ റൈഡേഴ്സ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ഗൗതം, എന്തോ ശിവം, നിന്റെ പ്ലാനിങ് എന്തായി? ജൂൺ 1 നമ്മൾ വിടുമോനെ. നീ എന്താ പറയുന്നത്? ജൂണിൽ വഴികൾ തോന്നാൽ മഞ്ഞൊരുക്കിയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് സോ ഡേഞ്ചറസ്. സോ വാച്ച്, എനിക്ക് അതാ വേണ്ട. നിന്റെ ഇഷ്ടം പോലെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് 5 o'clock എന്റെ സ്റ്റേറ്റ് റൈഡേഴ്സിന്റെ പാക്കിംഗ് സ്പോട്ടിൽ എല്ലാവരും എത്തും. ഓക്കെടാ, ഈവനിങ് കാണാം. എല്ലാവരും ടൈമിലെത്തി. ഗൗതം പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും സമ്മതം. ഫണ്ട് റെഡിയാക്കിയിട്ട് അടുത്ത മീറ്റിംഗ് ഇതേ സ്പോട്ടിൽ പോകുന്ന 2 ദിവസം മുമ്പ് ഗൗതം പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. ഗൗതമും ശ്യാമും മാത്രം സ്റ്റേഡേഴ്സിന്റെ ബൈക്ക് സ്റ്റണ്ട് നോക്കി നിന്നു. ശ്യാമിന്റെ ഒരു സൈഡ് ബിസിനസ് ആണ് ക്ലബ്ബ്. എല്ലാവരും കളി നിർത്തിയപ്പോൾ അതാ ഒരുത്തൻ. അവന്റെ ബൈക്ക് കൊണ്ടുള്ള സർക്കസിന്റെ ഗൗതം ഞെട്ടിലേക്കാണ്. ദാ ശ്യാമേ, ഏതാടാ അവൻ? വാട്ട് എ കൈൻഡ് ഓഫ് മോട്ടോക്രോസ് മാൻ. അവന്റെ പാഷൻ വിത്ത് ഷുവർ. ഓ, സോ ഡെഡിക്കേറ്റഡ്. ശ്യാം മുട്ടൻ ചിരി. ഇതെന്താണ് ചിരിക്കാൻ? അവൻ ആരാണെന്ന് പറയണം, പട്ടി ഇരിക്കാതെ. എടാ, അത് അവനല്ലേ? അവളാ? വാട്ട്? യെസ്, അത് നിന്നെ പോലെ വട്ടിയേസ പോലെ പെണ്ണാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ശ്യാം വീണ്ടും ചിരിച്ചു. ഗൗതം അവൾ തന്നെ നോക്കി. പെണ്ണാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ബാംഗ്ലൂരിൽ പലതരം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. കൈയില്ലാത്തതും കാലില്ലാത്തതും ഇറുകി പിടിച്ചമായ വേഷത്തിൽ, മുഖത്ത് നെറോലാക്കിന്റെ പുട്ടിയേക്കാൾ പുട്ടിയിട്ടത്. കണ്ടന്മാരുടെ ഒക്കെ പുറകെ പോകുന്നു. ബാറിലും പബ്ബിലും ഒക്കെ അടിച്ചു പൊളിച്ച് രാത്രിയും പകലുമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവളുമാർ ഉൾപ്പെടെ പല എണ്ണത്തെയും ഒരെണ്ണത്തിൽ പോലും ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ബട്ട് ദിസ് ഗേൾ ഈസ് സോ യുണീക്ക്. കാഴ്ചയിൽ പോലും പെണ്ണിനൊരു അലങ്കാരമില്ല. ട്രെൻഡി ബോയ് കട്ട്, മുഷിഞ്ഞ ഡ്രസ്സിംഗ്, സീറോ മേക്കപ്പ്. അവനെന്തോ അവളെ പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷയാണ്. ശ്യാം, അവനെവിടെ? പെട്ടെന്നൊരു കോൾ വന്നു അവന്. അറിയാം, എനിക്ക് അലീനയുടെ കോൾ വന്നു. അവൾക്ക് അത്യാവശ്യമായിട്ട് എന്നെ കാണുന്നു. ടെൻഷനിൽ ഞാൻ ഇറങ്ങിപ്പോന്നു. സോറിടാ, ലെറ്റ്സ് മീറ്റ് ലേറ്റർ എന്ന് പറഞ്ഞ കോൾ കെട്ടായി. അലീന ശ്യാമിന്റെ ലൈനാണ്. അവർ തമ്മിൽ മുട്ടിഞ്ഞ പ്രേമമാണ്. 10 വർഷത്തോളം. അവളുടെ അച്ഛൻ MLA ആണ്. ശ്യാമാണെങ്കിൽ ഒരു അനാഥൻ. അവളുടെ അച്ഛനറിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാവും. എന്തെങ്കിലും പ്രോബ്ലം കാണും, ഗൗതം സ്വയം പറഞ്ഞു. അവൾ നോക്കിയപ്പോൾ അവിടെ നിന്നും കാണാനില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന പോക്കിലല്ല അവളുടെ സ്റ്റെൻഡ് പെർഫോമൻസ് തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ. നല്ല ഉശിരുള്ള പെൺകുട്ടിയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ പല കാര്യങ്ങളും ബിസിയായിരുന്നു. അവളുടെ കാര്യങ്ങൾ അവൻ മറന്നുപോയി. പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, വണ്ടിയുടെ മെയിൻ്റനൻസ്, അങ്ങനെ ഒരുപാട് തിരക്ക്. അങ്ങനെ ലാസ്റ്റ് മീറ്റിംഗിൽ അവർ വീണ്ടും ഒത്തുകൂടി. ശ്യാം, നീ എവിടെ? ഒന്ന് വേഗം വാ. ഞാനിപ്പോ വരാൻ ഗൗതം. പ്ലീസ് കം ഫാസ്റ്റ്, വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു. ശ്യാം അല്പസമയം ശേഷം അവിടെ എത്തി. എവിടായിരുന്നട കോപ്പൻ? കുറെ നേരം മനുഷ്യൻ ഇവിടെ കാത്തിരിക്കുന്നു. സോറിടാ, എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. അലീനയുടെ അച്ഛൻ അവൾക്ക് ഏതോ പ്രപ്പോസൽ ഉറപ്പിച്ചു. എനിക്ക് അവളിൽ ആ പറ്റില്ല ഗൗതം. ഷീസ് ഓൺലി വൺ ഐ ഹാവ് ഇൻ ദിസ് വേൾഡ്. നീ എന്താണ് പറയുന്നത്? വാട്ട് ആർ ഗോയിങ് ടു ഡു ദെൻ? അറിയില്ലടാ, അവൾ വരുന്നതാണ് എൻ്റെ ഒപ്പം. വി ആർ മൂവിങ് ഫ്രം ഹിയർ ടുമോറോ. സോറിടാ, ട്രിപ്പ് ചെയ്യുന്ന ലാസ്റ്റ് നിമിഷം പിന്മാറേണ്ടി വന്നു. ഐ ആം റിയൽ വെരി സോറി. എന്താണ് ഇത്? ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്കൊപ്പം വരാം. ഓ ഗൗതം, ഞാൻ ഇതാണ് നിന്നെ അറിയിക്കാതെ. നീ ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളെ? ഞങ്ങളുടെ കാര്യം സെറ്റാണ്. യു ഗൈസ് മസ്റ്റ് ഗോ. എന്നാലും നോ ഗൗതം, ഞാനില്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് മുടങ്ങില്ല. എനിക്ക് പകരം ഒരാൾ നാളെ എത്തും. ഞങ്ങളുടെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. എന്നെപ്പറ്റി അന്വേഷിച്ച് ആരും വന്നാൽ ഞാൻ നിങ്ങൾക്കൊപ്പം ട്രിപ്പിലാണെന്ന് കരുതിക്കോളൂ. ശരിയാ, ബട്ട് യു കോൾ മീ ഇഫ് യു നീഡ് മീ. ട്രിപ്പിനേക്കാളും യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എന്താ കാരണം? എല്ലാ ശരിയായ ശേഷം തിരികെ വരാം. വെളുപ്പിന് 6 മണി. ടീം എല്ലാവരും എത്തും, ശ്യാമിന്റെ പകരക്കാർ ഒഴികെ. ഇനി നോക്കണോണ്ടോ അജ്മല? ഒരു 10 മിനിറ്റ് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആൾ വല്ലെന്ന് തോന്നുന്നു ഗൗതം. അവർ അതിനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, വാ പോവാ, ഗൗതം പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റായി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അവരുടെ മുമ്പിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് നിന്നു. തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി മാറ്റി ഇറങ്ങി ആൾക്കണ്ടതും എല്ലാവരും അമ്പരന്നു. ഗൗതമിന്റെ മുഖത്ത് മാത്രം ചെറിയൊരു ചിരി മിന്നി മാറി. ഹായ് ഗൈസ്, സോറി ഫോർ ദി ഡിലേ. ഞാൻ ശ്യാമിന്റെ ഫ്രണ്ട്. ഹായ് ഗൗതം, നൈസ് ടു മീറ്റ് യു. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യുവർ ബൈക്ക് സ്റ്റണ്ട്സ്. യു ആർ ദ റീസൺ ബിഹൈൻഡ് മൈ പാഷൻ. ഓ, ഐ ആം സോറി ഗൈസ്, ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. ഐ ആം അശ്വതി, യു ക്യാൻ കോൾ മീ അച്ചു. ഗൗതം കണ്ട ആവശ്യമുള്ള പെൺകുട്ടി അവളായിരുന്നു ശ്യാമിന് പകരം വന്നു. അവളെ പറ്റി മനസ്സിലാക്കാനുള്ള ചാൻസ് അത് കിട്ടില്ലെന്ന് വിചാരിച്ചപ്പോഴാണ് അവൾ ഇങ്ങോട്ട് കയറി എന്റെ ഫാനാണെന്ന് പറഞ്ഞു. തോക്കിരിയാണല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രിപ്പ്, ഗൗതം പറഞ്ഞു. എന്റെ അച്ചുവായിരുന്നു കേട്ടോ ആ ചുണിയുള്ള പെൺകുട്ടി. നിങ്ങൾ ബോറടിക്കുന്നുണ്ട്? ഇവരുടെ കഥ പറയാതെ ഞങ്ങളുടെ സ്റ്റോറി നിങ്ങളോട് പറയാൻ പറ്റില്ല. അച്ചുപ്പ് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായി കഴിഞ്ഞു. വിഷ്ണു വിളി മാറി നിച്ചു എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ കഥ തുടങ്ങി. അവർ യാത്ര തുടങ്ങി. ഇടയ്ക്കിടെ ഒന്ന് ഹാർട്ട് ചെയ്ത് ക്ഷീണമൊക്കെ മാറ്റിയാണ് യാത്ര. ഗൗതം അവൾക്ക് വലിയ മൈൻഡ് കൊടുത്തില്ല. അവളൊന്നും കാര്യമാക്കുന്നില്ല. യാത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ടെന്റ് ക്യാമ്പ് ഒരുക്കി സ്റ്റേ അടിച്ചു. ഗൗതം ഒഴിഞ്ഞ ബാക്കി എല്ലാവരുമായി അച്ചു കമ്പനി അടിച്ചു.
അവരോട് മിണ്ടാൻ നോക്കിയിട്ട് അവരെ ചാറിയപ്പോൾ അവൾ വെയിറ്റിട്ടു. എല്ലാവരുമായി ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ അച്ചു. അവർ ആട്ടവും പാട്ടും കളികളൊക്കെ ആയിട്ട് പൊളിക്കണേണ്. ട്രൂത്ത് ഓർ ഡെയർ ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത്. അജ്മലിന്റെ ബഹളം കാരണം ഗൗതം അവർക്കൊപ്പം കൂടി. എല്ലാവരും വട്ടത്തിലിരിക്കും. നടുക്കൊരു ബോട്ടിൽ വെച്ച് കറക്കും. എന്നിട്ട് ബോട്ടിൽ ആർക്കുന്നതിന് നിൽക്കുന്നു. അവരോട് ബാക്കിയുള്ളവർ ട്രൂത്ത് ഓർ ഡെയർ എന്ന് ചോദിക്കും. ട്രൂത്ത് പറഞ്ഞ് ഒരു സത്യം വെളിപ്പെടുത്തണം. ഡെയർ പറഞ്ഞ് അവർ പറഞ്ഞൊരു സാഹസം ചെയ്ത് കാണിക്കണം. അതാണ് കളി. പലരും പലതും ചെയ്യേണ്ടി വന്നു. നാടോടി നൃത്തം, തവളച്ചാട്ടം, അങ്ങനെ പല സത്യങ്ങളും പുറത്തു വന്നു. കുപ്പി മോഷ്ടിച്ചതും പോലീസിന് ഇടികൊണ്ടതും അങ്ങനെ പലരും പലതും പറഞ്ഞു. ഈ തവണ അച്ചുവിന് നേരെയാണ് കുപ്പി നിന്നത്. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. Can you go for a ride with me alone after this trip? ആ ചോദ്യത്തെക്കാളും കൂടുതൽ ചോദ്യം ചോദിച്ച ആളാണ് എല്ലാവരെയും ഞെട്ടിച്ച് ഗൗതം. യെസ് ഓഫ് കോഴ്സ് എന്നവൾ മറുപടി പറഞ്ഞു. പിന്നീടുള്ള യാത്രയിൽ അച്ചുവും ഗൗതമും തമ്മിൽ സംസാരിച്ചില്ല. അവൻ തമാശയ്ക്ക് ചോദിച്ചതെന്നാണ് അവൾ കരുതിയത്. ഒടുവിൽ അവരുടെ യാത്ര ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. ഗൗതമിന് സ്വർഗത്തിലെത്തിയ സന്തോഷം. മഞ്ഞ് പുതച്ചയഞ്ഞു വരുന്ന പർവ്വതനിരകളുടെ ഭംഗി ആസ്വദിച്ച് കൊടും തണുപ്പിലും പതരാതെ ഒറ്റക്കെട്ടായി ആ യാത്ര വിജയിപ്പിച്ചവർ അവിടുന്ന് മടങ്ങി. ബാംഗ്ലൂർ തിരിച്ചെത്തി എവിടെ നിന്ന് തുടങ്ങിയോ അതേ സ്പോട്ടിൽ അവർ എല്ലാവരും യാത്ര പറഞ്ഞ് പിരികയാണ്. അച്ഛൻ എല്ലാവർക്കും ഹഗ് കൊടുത്ത് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പോകാനറിയും. ഗൗതമിനോട് യാത്ര പറയാൻ ചെയ്യുന്നു. ഗൗതം അപ്പോൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. ഇതെന്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. അവൾ പോവാൻ തിരിഞ്ഞ് രണ്ടടി വെച്ചത് അവൻ കൈകൊട്ടികളെ വിളിച്ചു. അവൻ എന്തെന്ന ഭാഗത്തിൽ അവനെ നോക്കി. നമുക്ക് മാത്രമായിട്ട് റൈഡ് പോകേണ്ട അശ്വതി. നെക്സ്റ്റ് കണ്ട് റെഡി ആയിക്കോ. അവൾ കേട്ടത് വിശ്വസിക്കാൻ നോക്കി നിന്നു. നീ മറന്നുപോയി അത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ തമ്മിലുണ്ടാക്കിയ ഡീൽ. യു ആക്സെപ്റ്റഡ് മൈ ഡിയർ. അശ്വതി തലയാട്ടി. അവൾക്ക് വിശ്വസിക്കാനായില്ല. +2 കഴിഞ്ഞ് പഠിക്കാനായി ദുബായിൽ നിന്ന് ബാംഗ്ലൂർ എത്തിയതാണ്. ബൈക്ക് സ്റ്റഡി ഹീറോ ആയ ഗൗതമിന്റെ പ്രകടനങ്ങൾ കണ്ട് വട്ടുമൂത്താണ് അവൾ അതിന്റെ പുറകെ പോയത്. ശ്യാമിന്റെ ക്ലബ് ബേസ് അവൻ അവളുടെ പെർഫോമൻസ് നോക്കിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് അഭിമാനം തോന്നി. പക്ഷേ അന്നേരം മീറ്റ് ചെയ്യാൻ പറ്റിയുമില്ല. പിന്നീട് ശ്യാമിനോട് ചോദിച്ചപ്പോഴാണ് ഗൗതമിന്റെ ലൈഫ് സ്റ്റൈലും പാഷനും എല്ലാം പറഞ്ഞത്. ട്രിപ്പിനെ പറ്റി അറിഞ്ഞത്. അവൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോഴാണ് അലീനയുടെയും ശ്യാമിന്റെയും കാര്യം അറിഞ്ഞത്. ശ്യാം എന്ന് പറഞ്ഞപ്പോൾ തനിക്കും പോകണമെന്ന് അറിയിച്ചു. പെണ്ണാണെന്ന് അറിഞ്ഞാൽ ഗൗതം ടീമിൽ കൂട്ടിയെന്ന് കരുതിയാണ് ആരാണെന്ന് പറയരുതെന്ന് പറഞ്ഞത്. അവനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഡെയർ പറഞ്ഞപ്പോൾ റെയ്ഡിനെ ക്ഷണിക്കുകയും ചെയ്തു. പിന്നീട് മിണ്ടാതെ ചാടിയിരുന്നപ്പോൾ കരുതി തമാശയ്ക്ക് പറഞ്ഞതായിരിക്കുന്നു. ബട്ട് ഇപ്പോൾ ഓ മൈ ഗോഡ് ഐ ആം സോ എക്സൈറ്റഡ് അവൾ സ്വയം പറഞ്ഞു. ആ യാത്രയിൽ എന്താണ് സംഭവിച്ചത്? അശ്വതി ആരുടെ സ്വന്തമാവും?